ബോഡി ഗാർഡ്. രചന പ്രിയപ്പെട്ടവൾ കുട്ടു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ശിവൻ അവർ പോകുന്നത് നോക്കി നിന്നിട്ട് കൈ കഴുകി ദ്രൗപദിയുടെ റൂമിലേക്ക് പോയി. ലോക്കാണെന്ന് കണ്ടതും വാതിലിൽ തട്ടി വിളിച്ചു, ദ്രൗപദി. അകത്ത് ദ്രൗപദിയും ശിവന്റെ ശബ്ദം കേട്ടിട്ടും എന്ത് വേണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. ശിവൻ വന്നവും സംസാരിക്കുന്നെല്ലാം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എന്തോ അവനെ കാണാൻ പോകാൻ അവൾക്ക് തോന്നിയില്ല. അവളുടെ കണ്ണുകൾ ലാപ്ടോപ്പിൽ തെളിഞ്ഞാടുന്ന വെങ്കിയുടെ സർട്ടിഫിക്കറ്റിലെ ഉമ്മയുടെയും അച്ഛൻ്റെയും പേരുകളിൽ ഉടക്കി നിന്നു. എന്തുകൊണ്ട് താൻ നേരത്തെ ഇവരെ കുറിച്ച് തിരക്കില്ലെന്ന് അവൾ ഓർത്തു. ഒരുപക്ഷെ താൻ തിരക്കി ചെന്നാൽ അവർ തൻ്റെ കുഞ്ഞിലെ അവകാശം പറഞ്ഞാലും കൊടുക്കില്ലെന്ന് 100% ഉറപ്പാണെങ്കിലും അപ്പുറത്ത് വെങ്കിയുടെ വീട്ടുകാരായതുകൊണ്ട് താൻ തളർന്നു പോയാലോ? അതുമല്ല, ഇത്രയും നാൾ താൻ കരുതിയിരുന്ന് തൻ്റെ കുഞ്ഞിനോട് തോന്നിയ അറ്റാച്ച്മെന്റിന്റെ പേരിലാണ് ശിവൻ തങ്ങളെ സഹായിക്കുന്നതെന്നാണ്. പക്ഷെ അത് വെങ്കിയുടെ കുടുംബത്തുള്ള കടപ്പാടിന്റെ പേരിലാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാതെ തോന്നി. പണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും വേണ്ടെന്ന് പറഞ്ഞവൻ പിന്നീട് വേണമെന്ന് പറഞ്ഞു. അതെല്ലാം ഓർത്തപ്പോൾ ദ്രൗപദിക്ക് എങ്ങനെ അവനോട് പ്രതികരിക്കണമെന്ന് അറിയാതെയായി പോയി. അറിയാം, വെങ്കിയുടെ സ്ഥാനത്ത് നിന്ന് അവർക്ക് വേണ്ടെന്ന് ചെയ്തു കൊടുക്കേണ്ടത് താനായിരുന്നു എന്ന്. പക്ഷെ ശിവൻ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന അടുപ്പം, അതിന്റെ മേലാണ് ഇപ്പോൾ തന്റെ മനസ്സിലെ സംശയം. അതൊരു കടപ്പാട് മാത്രമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. വെങ്കിയുടെ ആക്സിഡന്റ് അന്ന് ആരും അറിയാതെ ഹോസ്പിറ്റലിനകത്ത് അവനെ കണ്ടതാണ്. അവന്റെ വീട്ടുകാരെയും താൻ കണ്ടിരുന്നില്ല. അതിനു പറ്റിയൊരു അവസ്ഥയിലല്ലായിരുന്നു താൻ. വെങ്കി പോയപ്പോൾ തന്നെ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു, ആകെ മരവിച്ചൊരവസ്ഥ. തൻ്റെ ഉള്ളിൽ വെങ്കിയുടെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വിവാഹം, കുഞ്ഞ്, കുടുംബം, ഇതൊന്നും തന്നെ ചിന്തയിൽ തന്നെ ഇല്ലായിരുന്നു. വെങ്കിയെ കണ്ടതും പരിചയപ്പെട്ടതും ഒന്നായതെല്ലാം അപ്രതീക്ഷിതമായിരുന്നു. ഒന്നും മനസ്സുറക്കുന്നതിന് മുന്നേ തന്നെ അവൻ തന്നിൽ നിന്ന് അകന്നുപോയി. അവനോട് തൻ്റെ വയറ്റിൽ അവൻ്റെ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞതേയുള്ളൂ. ആ വെപ്രാളത്തിൽ തന്നെ കാണാൻ വരുന്നതിനിടക്കായിരുന്നു ആക്സിഡന്റ്. താനെന്ന് ഡൽഹിക്ക് പോകാൻ എയർപോർട്ടിൽ നിൽക്കുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവന്റെ ആക്സിഡന്റ് അറിയുന്നത്. അപ്പോൾ തന്നെ തിരികെ വന്നെങ്കിലും വെങ്കിയെ ജീവനോടെ കാണാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ജീവനുണ്ടായിരുന്നു, പക്ഷെ അവനെ രക്ഷിക്കാനായില്ല. അന്ന് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വണ്ടിയെടുക്കാൻ ശ്രമം നടന്നു. അതിലുണ്ടായിരുന്ന എൻ്റെ വല്യച്ഛനായിരുന്നു. അവർ കമ്പനിയിൽ നിന്നെടുത്ത തുക തിരികെ തരണമെന്ന് പറഞ്ഞതിന് പ്രതികാരം ചെയ്യാൻ വന്നതാണ്. അന്നു മുതൽ തുടങ്ങിയ ഓട്ടത്തിനിടയിൽ വെങ്കിയെയും കുടുംബത്തെയും മനഃപൂർവ്വം ഓർക്കാതിരുന്നതാണ്. എന്നിട്ടിപ്പോൾ തനിക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം അവർ എന്നെയും കുഞ്ഞിനെയും സഹായിക്കുന്നു. ശിവനെ തനിക്കരികിലേക്ക് പറഞ്ഞുവിട്ട് തങ്ങളെ സംരക്ഷിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ആദിയുടെ പ്രകടനവും അതിനുശേഷം ഇവിടെ വന്നപ്പോൾ എന്നെയും മോനെയും തറയിൽ വെക്കാൻ നോക്കുന്ന അമ്മയും അച്ഛനെയും സഹോദരങ്ങളെയും ഓർമ്മ വന്നും ദ്രൗപദി വല്ലാതെയായി. എപ്പോഴൊക്കെയോ പറഞ്ഞറിഞ്ഞ അവന്റെ കുടുംബം ഇത്രയും അടുത്തുണ്ടായിട്ടും തന്നോടൊപ്പം ഉണ്ടായിട്ടും താൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നവൾ വേദനയോടെ ഓർത്തു. ദ്രൗപദി. ശിവൻ ഒന്നുകൂടെ ഇറക്കി വിളിച്ചവൻ കുഞ്ഞ് കട്ടിൽ കിടന്ന് മൂളി. അവൾ അതിശയത്തോടെ കുഞ്ഞിനെ നോക്കി. അവൻ ശിവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു എന്നവൾക്ക് മനസ്സിലായി. അവൾ ദീർഘശ്വാസം എടുത്ത് വാതിൽ തുറന്നു. വാതിൽ തുറന്നു വന്നവളെ ശിവൻ കൂർപ്പിച്ച് നോക്കി. അവളുടെ മുഖത്തെ ഭാവം അവന് മനസ്സിലായില്ല. ശിവൻ അവളെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. അപ്പോൾ കണ്ടു ബെഡിൽ കൈകാലിട്ടടിച്ച് മൂളി കിടക്കുന്ന കുഞ്ഞാപ്പിയെ. അവൻ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് കയ്യിലെടുത്തു. ദ്രൗപദി ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. അവൾ കണ്ണടച്ച് സ്വയം നിയന്ത്രിച്ചു. പിന്നെ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് ശിവനോട് ചോദിച്ചു, ശിവന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അത് കേട്ടതും ശിവൻ മുഖമുയർത്തി അവളെ നോക്കി. പിന്നെ അതേന്ന് തലയാട്ടി. അസീസ്ക കണ്ണു തുറന്നു. ഇനി പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അരിയനെ രക്ഷപ്പെട്ടല്ലേ? അവന്റെ ആളുകളായിരിക്കും ശിവനെ അപകടത്തിൽപ്പെടുത്താൻ നോക്കിയത്. അല്ല. ശിവൻ അവളെ നോക്കാതെ കുഞ്ഞാപ്പിയെ നോക്കി കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലേ പിന്നെ ആര്? ദ്രൗപദിയുടെ നെറ്റി ഒളിഞ്ഞു. ശിവൻ, നീ ആളെ കണ്ടോ? നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ശിവൻ മറുപടിയൊന്നും പറയാത്തതുകൊണ്ട് ദ്രൗപദി അവൻ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ ആരെയും കണ്ടില്ല, പക്ഷേ എനിക്ക് മായ ഡോക്ടർ നല്ല സംശയമുണ്ട്. മമ്മിയെയോ? ശിവൻ എന്താ ഉദ്ദേശിക്കുന്നത്? ദ്രൗപദിയുടെ ശബ്ദം കെടുത്തു. അവളുടെ സ്വരം മാറിയത് ശിവന് മനസ്സിലായി. ശിവൻ അവളെ തന്നെ നോക്കി പറഞ്ഞു, എനിക്ക് നിന്റെ മായ മമ്മിയെ നല്ല സംശയമുണ്ട്. അവർക്ക് നിന്നോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ സാന്നിധ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യമായാലും അതിനുശേഷം ഡിസ്ചാർജായി നമ്മൾ ഇറങ്ങുന്ന സമയത്തുണ്ടായ ആക്സിഡന്റ് ആയാലും ഇന്നത്തെ എനിക്ക് നേരെയുള്ള ആക്സിഡന്റ് ആയാലും. നിനക്ക് നേരെയുള്ള ഈ ആക്സിഡന്റ് എങ്ങനെയാണ് മമ്മി ഉൾപ്പെട്ടെന്ന് നീ പറയുന്നത്? നീ ഇവിടുന്ന് പോയത് മമ്മിക്ക് എങ്ങനെ അറിയാം? ഞാനിത് വിശ്വസിക്കില്ല. അന്നത്തെ CCTV കാര്യം നമ്മൾ ചെക്ക് ചെയ്തിരുന്നില്ലേ? അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് ഞാൻ ഹരിഹരനെയും ശ്രീധരനെയും കണ്ടിട്ട് നേരെ പോയത് മായ ഡോക്ടറുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ വെച്ച് അവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ നിന്നിറങ്ങിയ ഒരു 10-15 മിനിറ്റിനുള്ളിൽ എനിക്ക് നേരെ ആക്രമണം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അറിവുണ്ടായിരിക്കണം. ശിവൻ ഉറപ്പിച്ച് പറഞ്ഞു. ദ്രൗപദി വിശ്വസിക്കാനാതെ അവനെ തന്നെ നോക്കി നിന്നു. പിന്നെ പറഞ്ഞു, പക്ഷേ നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയ ഹരിഹരൻ നിന്നെ ഫോളോ ചെയ്തിരുന്നെങ്കിലോ? അയാളുടെ നിർദ്ദേശപ്രകാരമാണ് മമ്മിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിന്നെ ഗുണ്ടകൾ ആക്രമിച്ചെങ്കിലോ? ശിവൻ അവളെ നോക്കിയതല്ലാതൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ സാധ്യതയില്ലേ? അവളെ എടുത്തു ചോദിച്ചു. ശിവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് അതേന്ന് തലയാട്ടി. അല്ലാതെ നീ പറഞ്ഞെങ്ങനെ സമ്മതിക്കും? മമ്മിക്ക് എന്തിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കേണ്ട കാര്യം? ഞാനിത് വിശ്വസിക്കില്ല. ദ്രൗപദി അവൻ നോക്കി പറഞ്ഞു.
ഞാൻ പറയുന്നത് നീ വിശ്വസിക്കില്ലെന്നാണോ അതോ നിന്റെ മമ്മി എന്നെക്കാളും വിശ്വാസമാണെന്നാണോ? ശിവൻ അവളിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു. ശിവന്റെ ചോദ്യം കേട്ടതും ദ്രൗപദി പെട്ടെന്ന് പറയും നിർത്തി അവനെ നോക്കി. പറ ദ്രൗപദി, ഞാൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കില്ലെന്നാണോ നീ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. നീ മമ്മിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലെന്നാ. എനിക്കിങ്ങനെ ഒരു കള്ളം നിന്റെ മമ്മിയെക്കുറിച്ച് പറയേണ്ട കാര്യം എന്താ? ശിവൻ ചോദിക്കുന്നതിന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ അവൾ നിന്നു. അതുകൊണ്ട് ശിവൻ പറഞ്ഞു, നിന്റെ ഓപ്പറേഷൻ സമയത്ത് ഡോക്ടറോടൊപ്പം ആരൊക്കെ തിയേറ്ററിനകത്ത് കാണുന്നത് നിനക്കറിയായിരുന്നോ? അത് അനിത കാണുന്ന എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ലതയെക്കുറിച്ച് എനിക്കറിയായിരുന്നു. എന്നിട്ട് നീയാണോ നിന്റെ വല്യച്ഛന്മാരുടെ ഓപ്പറേഷൻ സമയത്ത് തിയേറ്ററിൽ ലത കാണുന്നു പറഞ്ഞ് നിന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ലത പോലും അറിയാതെ അനിതയെ ഏർപ്പാടാക്കിയ നീ പറഞ്ഞേൽപ്പിച്ച ആരെങ്കിലും ആയിരുന്നോ? ശിവൻ ചോദിക്കുന്നതായിട്ട് ദ്രൗപദി ഞെട്ടിപ്പോയി. അവൾ അപ്പോഴാണ് അങ്ങനെയൊന്ന് ചിന്തിക്കുന്നത്. മമ്മിക്ക് മാത്രമേ അന്ന് ആരൊക്കെ നിൽക്കുന്നതെന്ന് അറിയുള്ളൂ. അപ്പോൾ മമ്മിയിൽ നിന്നല്ലാതെ ശത്രുക്കളെ എങ്ങനെ അറിഞ്ഞു? അവൾ ആലോചിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ശിവൻ അവൾക്കരികിലേക്ക് വന്ന് അവളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ കരുതുന്ന പോലെ നിന്റെ ശത്രു വല്യച്ഛന്മാർ മാത്രമല്ല, അതിനുമപ്പുറം നീ വേദനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വേറെയുണ്ട്. നീയും നിന്റെ വംശവും അടക്കം ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്നവർ. അതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ വെങ്കിയുടെ കൊലപാതകം. അത് കേട്ട് ദ്രൗപദി അവനെ ഞെട്ടിലോടെ നോക്കി. വെങ്കിയുടെ കൊലപാതകോ? ദ്രൗപദി പകച്ചുകൊണ്ട് അവനെ നോക്കി. അവൾക്കാകെ ചുറ്റും കറങ്ങുന്ന പോലെ തോന്നി. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു. ശിവന് മനസ്സിലായി അവൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് താനിപ്പോൾ പറഞ്ഞതെന്ന്. പക്ഷെ അവൾ അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്രയ്ക്കും വിശ്വാസമാണ് അവളുടെ മമ്മി. ആ വിശ്വാസം അവൾക്ക് ആപത്താണെന്ന് എനിക്ക് അത്രയും ഉറപ്പുണ്ടെന്ന് അവൻ ഓർത്തു. പെട്ടെന്നാണ് ദ്രൗപദി പുറകിലേക്ക് പോകുന്ന അവൻ കണ്ടത്. ശിവൻ വേഗം അവളൊരു കൈ കൊണ്ട് പുറകിലോട് പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. ദ്രൗപദി അവന്റെ ഷർട്ടിലായി മുറുക്കെ പിടിച്ചു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒലിച്ചിറങ്ങി. ശിവൻ ഒരു കൈയിൽ കുഞ്ഞിനെയും മറുകൈയിൽ അവളെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കുറച്ചേറെ നേരം ദ്രൗപദി അങ്ങനെ തന്നെ നിന്നുപോയി. അവൾക്കാകെ ഒരു മരവിപ്പ് പോലെ തോന്നി. ശിവൻ തന്നെ നെഞ്ചിൽ ചേർന്ന് കണ്ണീരൊഴുക്കുന്നവളെ മുഖം കുനിച്ചൊന്ന് നോക്കി. അവന് പാവം തോന്നി. എത്രയൊക്കെ ധൈര്യവും തൻ്റെ ഇടമുണ്ടെന്ന് കാണിച്ചാലും പെണ്ണിന് നിസ്സഹായത തോന്നുന്ന കുറച്ച് സമയമുണ്ട്. അതുപോലൊരവസ്ഥയിലാണ് അവൾ. ശിവൻ പതിയെ അവളെ കട്ടിലേക്ക് ഇരുത്തി കുഞ്ഞിനെയും കിടത്തി. നേരെ നിൽക്കാൻ നേരം ശിവൻ ദ്രൗപദിയുടെ ഇരിപ്പ് കണ്ടതും വല്ലാതെയായി. അവളൊന്ന് ഓക്കെ ആവട്ടെ എന്നിട്ട് സംസാരിക്കാൻ നേരിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ദ്രൗപദിയുടെ കൈ കണ്ട് തിരിഞ്ഞ് അവളെ നോക്കി. അപ്പോഴും ദ്രൗപദി അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. തൻ്റെ കയ്യിൽ അവളുടെ കൈ മുറുകുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ എത്രത്തോളം അവൾ തകർന്നു എന്ന് അവന് മനസ്സിലായി. ശിവൻ അവൾക്കടുത്തായിരുന്നതും ദ്രൗപദി അവൻ്റെ തോളിലേക്ക് ചാരി. അവളൊന്നും മിണ്ടിയില്ല. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. കുറച്ചേറെ സമയത്തിന് ശേഷം ദ്രൗപദി അവനിൽ നിന്ന് അകന്നു മാറി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. മുഖത്തേക്ക് എത്ര വെള്ളമൊഴിച്ചിട്ട് അവൾക്ക് തൃപ്തിയായില്ല. അവളുടെ ഉള്ളം അത്രയ്ക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു. ഐ ആം സോറി വെങ്കി, എനിക്കറിയില്ലായിരുന്നു ഞാൻ കാരണമാണ് നിന്റെ ജീവൻ നഷ്ടമായതെന്ന്. എൻ്റെ ശത്രുവിൻ്റെ കണ്ണുകൾ നിനക്ക് നേരെ ആയിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇല്ല, അതാരായാലും ഇനി അവർക്ക് ഒരുപാട് നാളൊന്നും ആയുസില്ല. ഇനി എനിക്ക് ചുറ്റുമുള്ള ആരുടെയും നിഴലിൽ പോലും തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അത് പറയുമ്പോൾ അവളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. അതേ മുഖത്തോടെയാണ് അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ കണ്ടു തൻ്റെ ബെഡിൽ കുഞ്ഞിനോട് ചേർന്ന് കണ്ണടച്ച് കിടക്കുന്ന ശിവനെ. അവൾ അടുത്തേക്ക് ചെന്നപ്പോൾ കുഞ്ഞാപ്പി കണ്ണു തുറന്ന് കിടക്കുകയാണ്. ശിവൻ തൻ്റെ കൈ കൊണ്ട് അവനെ ചുറ്റി പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആക്സിഡന്റെയൊക്കെ ക്ഷീണമാവും. ശിവൻ കിടന്നതേ ഉറക്കമായതെന്ന് അവൾ ഓർത്തു. കുഞ്ഞാപ്പി തൻ്റെ കുഞ്ഞി കൈ കൊണ്ട് ശിവന്റെ മുഖത്തും ചുണ്ടിലുമൊക്കെ അടിക്കുന്നുണ്ട്. ശിവന് ശല്യാവേണ്ടെന്ന് കരുതി ദ്രൗപദി കുഞ്ഞിനെടുത്തും ശിവൻ ഞെട്ടി കണ്ണു തുറന്ന് ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് അനക്കം തട്ടി ഞെട്ടിയെങ്കിലും മുന്നിൽ ദ്രൗപദിയാണെന്ന് കണ്ട് ശിവൻ പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോയി. അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയവനെ ദ്രൗപദി തടഞ്ഞു. വേണ്ട ശിവ, കിടന്നു, നല്ല ക്ഷീണമുണ്ട്. ആ സാറില്ല, ഞാൻ അപ്പുറത്ത് പോയി കിടക്കാം. അവൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും കുഞ്ഞാപ്പി കരയാൻ തുടങ്ങി. അത് കണ്ടവൻ ശിവൻ കുഞ്ഞിനെടുത്ത് തൻ്റെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു. അപ്പോൾ അവൻ കരയാതെ അവനെ നോക്കി ചിണുങ്ങി. ദ്രൗപദി ഒരു നിമിഷം അവർ രണ്ടുപേരെയും നോക്കി നിന്നു. പിന്നെ ശിവന്റെ മുഖത്തെ ക്ഷീണം കണ്ട് അവൾ പറഞ്ഞു, ശിവൻ ഇവിടെ കിടന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് പോയി കിടന്നോളാം. അത് കേട്ടവൻ ശരീരത്തിൻ്റെ എവിടേക്കോ വേദനിക്കുന്നവൻ അറിഞ്ഞു. ഒപ്പം ഉറക്ക ക്ഷീണവും. കണ്ണടഞ്ഞു പോയതിന് ശിവൻ കുഞ്ഞിനെ നെഞ്ചോരം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കട്ടിലായി കിടന്നു. കുഞ്ഞിനോട് ഒന്ന് രണ്ട് പറഞ്ഞെങ്കിലും പെട്ടെന്ന് തന്നെ ശിവൻ ഉറങ്ങിപ്പോയി. കുറച്ചു നേരം മൂളിക്കിടന്ന് കുഞ്ഞാപ്പി ഉറക്കമായി. അതേസമയം ദ്രൗപദി അസ്വസ്ഥമായ മനസ്സോടെ ഹാളിലൂടെ നടന്നു. പിന്നെ ഫോണെടുത്ത് എൻ്റെ ആളുകൾ വിളിച്ച് ഇന്നത്തെ കാര്യങ്ങൾ ചോദിച്ചു. ശിവൻ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവരും പറഞ്ഞത്. പിന്നെ ശിവൻ പിടിച്ചു വെച്ച ഗുണ്ടയുടെ കാര്യവും പറഞ്ഞു. കൂടുതൽ ചോദ്യം ചെയ്തെങ്കിലും പറഞ്ഞതിനപ്പുറം ഒന്നും അയാൾക്ക് പറയാനില്ലായിരുന്നു. അത് കേട്ടും ദ്രൗപദിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. മായമമ്മിയുടെ മുഖം അവൾക്ക് ഓർമ്മ വന്നു. മമ്മി ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്തിന്? അവൾക്ക് മനസ്സിലാവാത്ത കാര്യം അതായിരുന്നു. പക്ഷേ ശിവൻ പറഞ്ഞ് ഇതുവരെ തെറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഈ മമ്മി എന്നെ നാശം ആഗ്രഹിക്കുന്നുണ്ടോ? അവൾ സ്വയം ചോദിച്ചു. അവൾക്ക് മായ ഡോക്ടർ ഇതുവരെ തന്നോടൊപ്പം ഓരോ കാര്യത്തിനും നിന്നു. അപ്പോൾ സംഭവിച്ചിട്ടുള്ളമായ കാര്യങ്ങൾ ഓർമ്മ വന്നു. അതിൽ മായ ഡോക്ടറുടെ സാന്നിധ്യം പല സ്ഥലങ്ങളിൽ അവൾക്ക് തോന്നിയെങ്കിലും അവരെ അവിശ്വസിക്കാൻ അവൾക്ക് തോന്നിയില്ല.
പക്ഷേ അതിലെ സത്യം എന്നറിയണമെന്ന് അവൾക്ക് തോന്നി. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് സോഫയിലായിരുന്നു. രാത്രിയിൽ എപ്പോഴോ ലച്ചുവിനെ ആദ്യമായി നോക്കാൻ എഴുന്നേറ്റ അംബിക ഹാളിലേക്ക് വന്നപ്പോൾ കാണുന്നത് സോഫയിലായി ചാരിക്കിടക്കുന്ന ദ്രൗപതിയെയാണ്. അവർ ഒരു നിമിഷം അമ്പരന്ന് പോയി. പിന്നെ അവൾ ഒരർത്ഥവുമില്ലാതെ കിടന്നാൽ ശരിയാവില്ലെന്നറിയാവുന്നതുകൊണ്ട് അവരവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു. ദ്രൗപതി. അവർ വീണ്ടും വിളിച്ചു. അത് കേട്ട് അവൾ കണ്ണുറന്നു. മോളെന്താ ഇവിടെ കിടക്കുന്നത്? കുഞ്ഞെന്തേ? അവൻ ഒറ്റയ്ക്കാണോ? എന്തിനും വയ്യായിക മോൾക്കുണ്ടോ? ഒറ്റ ശ്വാസത്തിൽ അവർ ആദ്യോട് ഓരോന്ന് ചോദിച്ചു. അവരുടെ വെപ്രാളം കണ്ട് ദ്രൗപതി പറഞ്ഞു, ഇല്ലമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശിവനുണ്ട് കുഞ്ഞാപ്പിയുടെ അടുത്ത്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല ശിവൻ കുഞ്ഞിനടുത്ത് കിടന്ന് ഉറക്കായി. ഇന്നത്തെ ദിവസത്തെ അലച്ചിലാവും. ശിവൻ നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് വിളിക്കാൻ തോന്നിയില്ല. കുഞ്ഞാപ്പി അവൻ്റെ അടുത്തൊന്നും മാറുന്നില്ല. അതാ ഞാൻ ഇവിടെ വന്നിരുന്ന്. ആണോ? എങ്കിൽ മോള് ഇവിടെ ഇരിക്കേണ്ട, അമ്മയുടെ റൂമിൽ കിടന്നു. ഞാൻ അപ്പയെ വിളിക്കാം. വേണ്ട, അത് സാരില്ല, ഞാനിവിടെ ഇരുന്നോളാം. വേണ്ട, അത് ശരിയാവില്ല. ഈ സമയത്ത് നിവർന്ന് കിടക്കാനുള്ളതാ. ഒരേ ഇരിപ്പിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ഞാൻ പറയുന്ന കേൾക്ക്. വേണ്ട അമ്മ, അപ്പ ഇനി എഴുന്നേൽപ്പിക്കണ്ട. ഞാൻ ആദ്യം ലച്ചുവിനെയും കൂടെ കിടന്നോളാം. അതും പറഞ്ഞ് ദ്രൗപദി എഴുന്നേറ്റ് അവരുടെ റൂമിലേക്ക് പോയി. അംബിക അതിശയത്തോടെയാണ് അവൾ പോകുന്നത് നോക്കിയിരുന്നെങ്കിലും അവരുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. ഒരു നിമിഷം അങ്ങനെ നിന്ന് അവർ റൂമിലേക്ക് പോയി. ആദിയുടെയും ലച്ചുവിൻ്റെയും റൂമിലേക്ക് കയറിയ ദ്രൗപദി റൂമിൽ അരണ്ട വെളിച്ചത്തിൽ അവർ കിടക്കുന്നത് നോക്കി നിന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കണ്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ദ്രൗപദി അവർക്കടുത്തേക്ക് ചെന്ന് ലച്ചുവിൻ്റെ മാറിൽ കിടന്ന പുതപ്പെടുത്ത് അവൾക്ക് നന്നായി മൂടിക്കൊടുത്തു. പിന്നെ ആദിയുടെ തലയിലായി തലോടി പതിയെ പറഞ്ഞു, ഐ ആം സോറി ആദി. പെട്ടെന്ന് ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതും പറഞ്ഞ് അവൾ അങ്ങനെ തന്നെ നിന്നു. പിന്നെ അവൾക്കരികിലേക്ക് കിടന്നു. അവൾ കിടന്നു കഴിഞ്ഞതും ആദി കണ്ണു തുറന്ന് പതിയെ ദ്രൗപദിയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്നും മിണ്ടാതെ അവർ അങ്ങനെ തന്നെ കിടന്നു. ആ സമയം അവരുടെ ഉള്ളിൽ വെങ്കിയായിരുന്നു. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഈ നിമിഷങ്ങൾ എത്രയോ മനോഹരമാക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ ആ ഓർമ്മയിൽ ആദി കണ്ണുകൾ ഇറുക്കി അടച്ചു. അതേസമയം താൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വെങ്കിയുടെ ജീവൻ അവന് നഷ്ടമാവില്ലായിരുന്നുവെന്നും ഈ കുടുംബത്തിന്റെ സന്തോഷം ഇതിലും മനോഹരമായി നിന്നേനെയെന്നുമായിരുന്നു ദ്രൗപദിയുടെ മനസ്സിൽ. അസ്വസ്ഥമായ മനസ്സോടെയാണ് രണ്ടുപേരും കിടന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ ലച്ചു സുഖനിദ്രയിലായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ അങ്ങനെ തന്നെ കടന്നുപോയി. അംബികാമ്മയുടെ അപ്പയുടെ ആവശ്യപ്രകാരം കുഞ്ഞാപ്പിയുടെ പേരുകൾ ചടങ്ങും ചരടുകെട്ട് ഒരുമിച്ച് നടത്താൻ തീരുമാനമായി. ഒരു പുൽപ്പായിൽ കത്തിച്ചു വെച്ച നിലവിളക്കിന് മുമ്പിൽ കുഞ്ഞുകോടി മുണ്ടുകൊടുത്ത് കുഞ്ഞാപ്പിയെ മടിയിൽ വെച്ച് സുബ്രഹ്മണ്യൻ ചരട് കെട്ടി. വെങ്കിയുടെ ഓർമ്മ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ അത് നോക്കി നിന്നു. അംബിക കുഞ്ഞാപ്പിക്ക് മാറിയിട്ടപ്പോൾ ആദ്യ വളയും ലച്ചു ബ്രേസ്ലെറ്റും ഇട്ടു. ശിവൻ സന്തോഷത്തോടെ കുഞ്ഞാപ്പിയെ തന്നെ നോക്കി നിന്നു. ആരെങ്കിലും പിടിക്കുമ്പോൾ ചിലപ്പോൾ ചിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ കരയുന്ന പോലെ കുറുകും. കുഞ്ഞാപ്പിയുടെ മുഖത്തെ ഭാവങ്ങൾക്കനുസരിച്ച് ശിവന്റെ മുഖത്തും ഭാവങ്ങൾ മാറി മാറി വന്നു. ശിവൻ കുഞ്ഞാപ്പിക്ക് മുന്നിലായി മുട്ടുകുത്തിയിരുന്നു. പിന്നെ പോക്കറ്റിൽ നിന്നൊരു കുഞ്ഞ് റോസ് പൊടി എടുത്ത് തുറന്നു. അതിൽ നിന്നൊരു കുഞ്ഞരഞ്ഞാണം എടുത്ത് കുഞ്ഞാപ്പിയുടെ അരയിലായി ഇട്ടുകൊടുത്തു. ശിവനെ മനസ്സിലായെന്ന പോലെ കുഞ്ഞാപ്പിയുടെ ചുണ്ടുകൾ കൂർത്തു. അവൻ ശിവനോട് സംസാരിക്കുന്ന പോലെ എന്തൊക്കെയോ മൂളിക്കൊണ്ടിരുന്നു. എല്ലാവരും ചിരിയോടെ നോക്കി നിന്നു. ശിവൻ കുഞ്ഞിനെ തന്റെ കയ്യിലായി എടുത്തു. മോനെ എന്തുവരെ അടുത്ത് കണ്ടു വെച്ചിരിക്കുന്നത്? പേര് വിളിക്കണ്ടേ? ലച്ചു ദ്രൗപദിയെ നോക്കി ചോദിച്ചു. കുഞ്ഞിന്റെ പേരറിയാനുള്ള ആകാംക്ഷ അവളുടെ ചോദ്യത്തിൽ നിറഞ്ഞു നിന്നു. അവളുടെ ചോദ്യം കേട്ട് എല്ലാവരുടെയും നോട്ടം ദ്രൗപദിക്ക് മേലെയായി. ദ്രൗപദി ശിവനരിയിലേക്ക് വന്ന് ഒരു വെറ്റിലെടുത്ത് കുഞ്ഞാപ്പിയുടെ ഒരു ചെവിയിലായി വെച്ച് ചെവിയിലായി പേര് വിളിച്ചു. അതറു വെങ്കിടേഷ് അയ്യർ. ശിവനും ബാക്കിയുള്ളവരും ഞെട്ടലോടെ അവളെ നോക്കി. അംബികയുടെയും ആദിയുടെയും ലച്ചുവിന്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദ്രൗപദി 3 പ്രാവശ്യം കുഞ്ഞിന്റെ ചെവിയിൽ പേര് വിളിച്ചുകൊണ്ട് നിവർന്നു. അതറു വെങ്കിടേഷ് അയ്യർ, അതറു വെങ്കിടേഷ് അയ്യർ, അതറു വെങ്കിടേഷ് അയ്യർ. അതേസമയം ശിവന്റെ കണ്ണുകൾ ദ്രൗപദിയിൽ തന്നെയായിരുന്നു. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ദ്രൗപദി നേരെ നിന്ന് എല്ലാവരെയും നോക്കി. ശിവൻ അവളെ തന്നെ ഉറ്റുനോക്കി നിന്നു. ദ്രൗപദി ഇതുവരെയും കുഞ്ഞിന്റെ അച്ഛന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പേര് പറയണമെങ്കിൽ എന്തുകൊണ്ടാവും അങ്ങനെ? തീർച്ചയായും ഇത് വെങ്കിയുടെ വീടാണെന്ന് ദ്രൗപദി തിരിച്ചറിഞ്ഞു കാണും. പക്ഷേ എങ്ങനെ? ദ്രൗപദി എന്തായാലും മുമ്പ് ഇവരാരെയും കണ്ടിട്ടില്ല. ഞാനോ ഇവിടെയുള്ളവരങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെ അവൾ മനസ്സിലാക്കി? സ്വയം ചോദിച്ചുകൊണ്ട് ശിവൻ അവളെ തന്നെ ഉറ്റുനോക്കി നിന്നു. അതർ വെങ്കിടേഷ് അയ്യർ, അംബിക പതിയെ പറഞ്ഞു. അംബികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവരുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. വെങ്കിയുടെ കാലശേഷവും അവന്റെ പാരമ്പര്യം നിലനിർത്താനുള്ള മകൻ. അവരുടെ മനസ്സ് നിറഞ്ഞു. ഈ ലോകത്ത് അവന്റെ ചോര എന്ന് ചൂണ്ടിക്കാണിക്കാൻ തനിക്കൊരു ചെറുമകനുണ്ട്. അതറു വെങ്കിടേശ്വര അയ്യർ. അവർ സങ്കടം കൊണ്ട് നെഞ്ചി വിങ്ങുമ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ലച്ചു ഓടി വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. താങ്ക്സ് ഏടത്തി, അവൾ നിറകണ്ണുകളോടെ ഏങ്ങിക്കൊണ്ട് പറഞ്ഞു. ദ്രൗപദി ലച്ചുവിന്റെ കയ്യിലായി മുറുകെ പിടിച്ചു. അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. ഞങ്ങളുടെ ഏട്ടന്റെ പേര് ചേർത്ത് കുഞ്ഞാപ്പിക്ക് പേരിട്ടേന്. ഞങ്ങളുടെ എന്റെ വെങ്കിയേട്ടന്റെ കുഞ്ഞാണെന്ന് ലോകത്തോട് പറയുന്നതിന്. ലച്ചു കരഞ്ഞുകൊണ്ട് ഏങ്ങി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും വാക്കുകൾ പലപ്പോഴും മുറിഞ്ഞു പോയി. അംബികയും ആദിയും സുബ്രഹ്മണ്യനും എല്ലാം ഞെട്ടലോടെ അതിനേക്കാൾ ഉപരി ശ്വാസമെടുക്കാൻ പോലും മറന്ന് ലച്ചു പറഞ്ഞ് കേട്ടു നിന്നു. അവർ പേടിയോടെ ദ്രൗപദിയെ നോക്കി.
പിന്നെ പേടിയോടെ ശിവനെയും. എന്നാൽ ലച്ചു പറഞ്ഞു കേട്ട് അവനിൽ ഞെട്ടിലൊന്നും കണ്ടില്ല. ശിവൻ ദ്രൗപദിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇനി എന്ത് നടക്കുമെന്നറിയാതെ വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ അവൻ അവരെ തന്നെ നോക്കി നിന്നു. ദ്രൗപദി തന്നെ മുന്നിൽ നിൽക്കുന്ന ലച്ചുവിനെ നോക്കി. അവളുടെ കരഞ്ഞു വീങ്ങിയ മുഖവും അവളുടെ സംസാരവും ദ്രൗപദിയെ വേദനിപ്പിച്ചു. വെങ്കി പറയാറുള്ള അവന്റെ കുഞ്ഞനിയെത്തി, ഒന്നും മനസ്സിൽ സൂക്ഷിക്കാൻ അറിയാത്തവൾ. ഇത്രയും നാൾ ആദിയെയും ശിവനെയൊക്കെ പേടിച്ചിട്ടായിരിക്കും വെങ്കിയെക്കുറിച്ച് തന്നോട് പറയാഞ്ഞത്. വെങ്കിയുടെ മകനാണെന്ന് അവർക്കറിയാമെന്ന് തന്നോട് പറയാഞ്ഞത് അവരെ പേടിച്ചായിരിക്കും. പക്ഷേ ഇപ്പോൾ അവളുടെ മനസ്സിൽ വെക്കാനാവാതെ പുറത്തു വന്ന് പോയതാണ്. ലച്ചു, ദ്രൗപദി അവളെ പതിയെ വിളിച്ചു. കുഞ്ഞാപ്പി നിങ്ങളുടെ ഏട്ടൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ പറയാത്തത് അത് ലോകം അറിയുന്നില്ല. എനിക്ക് ഇഷ്ടക്കേടുണ്ടായിട്ടല്ല. വെങ്കിയായിട്ടുള്ള റിലേഷൻ ആരെങ്കിലും അറിഞ്ഞാൽ എന്നോടുള്ള ശത്രു തമ്മിൽ തീർക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനത് വെളിപ്പെടുത്താത്തത്. എൻ്റെ ശത്രുക്കൾ വെങ്കിയുടെ ബന്ധുക്കളെ മുൻനിർത്തി എന്നോട് പ്രതികാരം ചെയ്യുമെന്ന് കരുതിയ. ലച്ചു അവൾ പറയുന്ന കേട്ടുകൊണ്ട് ദ്രൗപദിയെ തന്നെ നോക്കി നിന്നു. ഒപ്പം മറ്റുള്ളവരും. ഈ ലോകത്തോട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ വെങ്കിയാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. എനിക്കറിയില്ലായിരുന്നു ഇത് വെങ്കിയുടെ കുടുംബമാണെന്ന്. ദ്രൗപദി അവളെ നോക്കി പറഞ്ഞു. എല്ലാം കേട്ട് അനങ്ങാൻ നിന്ന സുബ്രഹ്മണ്യൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അറിയാം, നീയും ഞങ്ങളും തമ്മിലുള്ള അന്തരം. എൻ്റെ മകനിങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും ഞങ്ങൾ അറിഞ്ഞതേയില്ല. അല്ലെങ്കിലും അവൻ്റെ ഇഷ്ടത്തെക്കാൾ വലുത് ഞങ്ങൾക്കൊന്നുമില്ല. നിന്നെ കരുതിയാവും നിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയാണ്ടിരുന്നത്. അന്ന് വെങ്കിക്ക് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞ് വിളിച്ചത് ആദിയാണ്. അവർ പഠിക്കുന്നിടത്തുനിന്ന് ആക്സിഡൻ്റ് ആയി കൊണ്ടുവന്ന ഹോസ്പിറ്റലിലേക്ക് ആദ്യം എത്തിയതും ആദ്യം ലച്ചും കൂടിയാണ്. വെങ്കിക്ക് ആക്സിഡൻ്റ് ആയെന്ന് അറിഞ്ഞപ്പോഴേ ലച്ചു ഷോക്കായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് അവനെ കാണാൻ കയറിയതും ആദിയാണ്. ദ്രൗപദി പ്രഗ്നൻ്റ് ആണെന്ന് എൻ്റെ കുഞ്ഞെന്ന അവസാനമായിട്ട് അവൻ പറഞ്ഞ്. സുബ്രഹ്മണ്യം പറയുന്ന കേട്ടതും ആദിയുടെ മനസ്സിൽ അന്നത്തെ രംഗങ്ങൾ ഓർമ്മ വന്നു. ഏട്ടൻ്റെ അവസാന നിമിഷങ്ങൾ ഓർമ്മ വന്ന ആദി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ദ്രൗപദിയുടെ കണ്ണുകൾ ഒരു നിമിഷം ആദിയിലേക്കായെങ്കിലും അവൾ സുബ്രഹ്മണ്യനെ ശ്രദ്ധിച്ചു. അയാളുടെ മനസ്സിലെ സംഘർഷം മനസ്സിലായെന്ന പോലെ ദ്രൗപദി അയാളെ പിടിച്ച് സോഫയിലായിട്ട് ഇരുത്തി. അയാളുടെ ബുദ്ധിമുട്ട് കണ്ട് ലച്ചു വെള്ളമെടുക്കാനായി പോയി. അംബിക അയാൾക്കരികിലേക്ക് ഇരുന്ന് നെഞ്ച് തടവി കൊടുത്തു. ലച്ചു കൊണ്ടുവന്ന വെള്ളം കുറച്ച് കുടിച്ച് ഒരു നിമിഷം കണ്ണടച്ചിരുന്ന സുബ്രഹ്മണ്യൻ ദ്രൗപദിയെ നോക്കി പറഞ്ഞു. വെങ്കി പോയ സങ്കടവും ഞങ്ങളെല്ലാവരും ആകെ തകർന്നിരുന്ന സമയത്തും എല്ലാവരെയും നോക്കി ആശ്വസിപ്പിച്ച് നിന്നിട്ടും ലച്ചുവിൻ്റെയും അമ്പിയുടെയും സങ്കടം കണ്ടപ്പോഴാണ് ആദ്യം നമ്മളോട് വെങ്കി അവസാനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ്. ഞങ്ങൾക്കത് വിശ്വസിക്കാനായില്ലെങ്കിലും ഞങ്ങളുടെ കുഞ്ഞ് ഈ ലോകത്തെവിടെയോ ഉണ്ടെന്നുള്ള അറിവാണ് ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവൻ പിടിച്ചു നിർത്തിയത്. പക്ഷെ ഒരു പേര് മാത്രം വെച്ച് നിന്നെ ഞങ്ങളിങ്ങനെ കണ്ടെത്താനാ. അങ്ങനെയാ ഒരാശ്വാസത്തിന് വേണ്ടി ശിവനെ പോയി കണ്ട് കാര്യം പറഞ്ഞ്. പിന്നെ അന്ന് ആളാരാണെന്ന് അറിയാതെയാ നിങ്ങളെ അവൻ സഹായിച്ച്. നിനക്ക് വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞ അയാൾ വിളിച്ചപ്പോൾ നിന്റെ പേര് കേട്ടപ്പോഴാണ് ശിവന് സംശയം തോന്നിയത്. കേട്ടിടത്തോളം വെങ്കി ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അതായിരുന്നു വെങ്കി പറഞ്ഞ ദ്രൗപദി നീയാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ച്. ഒപ്പം ഗർഭിണിയാണല്ലോ. അങ്ങനെയാ ശിവ നിങ്ങളെ സംരക്ഷിക്കാൻ വന്നത്. സുബ്രഹ്മണ്യം പറയുന്ന കേട്ടപ്പോൾ ദ്രൗപദിയുടെ കണ്ണുകൾ ശിവനിലായി. അവനെല്ലാം കേട്ടുകൊണ്ട് കുഞ്ഞാപ്പിയുമായി ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. കുഞ്ഞാപ്പി അവൻ്റെ നെഞ്ചിൽ കിടന്ന് നല്ല ഉറക്കമാണ്. ദ്രൗപദി എല്ലാവരെയും നോക്കി പറഞ്ഞു. എനിക്ക് ബന്ധുക്കളെയും സ്വന്തക്കാരെയും വലിയ വിശ്വാസമില്ല. അതെൻ്റെ ബന്ധുക്കൾ തന്നെ എൻ്റെ ശത്രുക്കളായതുകൊണ്ടാണ്. അതുപോലെ തന്നെ വിവാഹത്തിലും. പക്ഷേ എൻ്റെ മകനെ അങ്ങനെ വളരാൻ ഞാൻ അനുവദിക്കില്ല. അവനവൻ്റെ അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെ അപ്പച്ചിമാരുടെയൊക്കെ സ്നേഹം വേണം. ഇതുപോലൊരു കുടുംബത്തിൻ്റെ സ്നേഹം കിട്ടി വേണം എൻ്റെ മോൻ വളരാൻ. ഒരുപക്ഷെ ഞാനില്ലെങ്കിലും. അത് കേട്ടോ ശിവനവളെ മുഖമുയർത്തി നോക്കി. ദ്രൗപദി പറയുന്ന വിശ്വസിക്കാനാവാതെ കേട്ടിരുന്നവർ അവൾ അവസാനം പറഞ്ഞ് കേട്ട് ഞെട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.